അനുഗ്രഹീതമായ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ മാറ്റമില്ലാത്ത ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഇപ്രകാരമായിരിക്കാൻ ഈ സായാം സമയം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതുകൊണ്ടും സഹായിച്ചതുകൊണ്ടും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചൊല്ലുന്നു. അതുപോലെ തന്നെ ഇത് ഓൺലൈനിൽ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിലുള്ളതായ നന്ദി അറിയിക്കുന്നു. നാം വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം ഇന്ന് 13-ാം അധ്യായത്തിന് മുമ്പിൽ 13-ാം ദിവസം ജനുവരി 13 നാം എത്തി നിൽക്കുകയാണ്. അതൊത്ത് 13 നാം വന്ന് നിൽക്കുകയാണ്. ഈ 13 എതിർക്രിസ്തു എന്ന് പറയുന്ന പ്രധാന കഥാപാത്രം ഇനി നാം പഠിക്കുവാനുള്ള വെളിപ്പാടിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്നുള്ള നിലയിലാണോ 13-ാം അധ്യായം നാം ചിന്തിപ്പാൻ പോകുന്നത്. നാം 12-ാം അധ്യായത്തിൻ്റെ അവസാനം കണ്ടത് ആകാശത്തിൽ നിന്നും അല്ലെങ്കിൽ സ്വർഗസ്ഥലങ്ങളിൽ നിന്നും മഹാസർപ്പം അവൻ്റെ അവിടുത്തെ വാഴ്ചയും അവൻ്റെ അധികാരങ്ങളും ചുമതലകളും എല്ലാം അവസാനിപ്പിക്കേണ്ടി വന്ന് ഭൂമിയിൽ വന്ന് പതിക്കുന്നത് നാം കാണുകയുണ്ടായി. അപ്പോൾ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീയോടും സ്ത്രീ പ്രസവിച്ച ആൺകുട്ടിയോടും ഉള്ള പോരാട്ടം എന്നുള്ളത് നാം കാണുകയുണ്ടായി. അതിൽ വിജയിക്കാഞ്ഞതുകൊണ്ടോ മഹാസർപ്പം വളരെ ക്രുദ്ധനായിട്ടോ നിൽക്കുന്ന ഭാഗമാണ് 12-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു എന്നുള്ള നിലയിൽ നാം അവിടെ കാണുകയാണ്. അതിനുശേഷം യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ മഹാസർപ്പം പുറപ്പെടുന്നു എന്നുള്ളത് നാം കണ്ടു. നാം 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഭാഗം കഴിവതും ലളിതമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വളരെ ഗഹനമായ ഒരുപാട് ആശയങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് നാം പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത്. ദൈവവചനത്തിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് അതിൻ്റെതായ നിലയിൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കുവാൻ ഒരു ശ്രമം മാത്രമാണ് ഞാൻ നിങ്ങളോട് ചേർന്ന് നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ബ്രദറൻ സഭയുടെ സുവിശേഷകനായിരുന്ന YSKL സാർ ഈ പിശാചിൻ്റെ ഈ സാഹചര്യത്തിലെ മാനസിക അവസ്ഥയെക്കുറിച്ച് വളരെ രസകരമായി ഒരു ചൊല്ല് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനത് ഇപ്രകാരം വായിക്കാം. അത് സംസ്കൃതമാണ്. മർക്കടസ്യ സുരോപാനം തൽമടേ ഭൂതസഞ്ചയ തൽമധ്യേ വൃശ്ചിക ദംശന. എന്ന് പറഞ്ഞാൽ മർക്കടം എന്ന് പറയുന്നത് കുരങ്ങൻ സ്വതവേ തന്നെ ഒത്തിരി വികൃതികളുള്ള ഒരു ജീവിയാണ്. അങ്ങനെയുള്ളതായ ഒരു കുരങ്ങനെ ആരെങ്കിലും മദ്യം നൽകി അതിനെ ഒന്ന് അത് കുരങ്ങനം കുടിക്കുകയും കൂടി ചെയ്തെങ്കിൽ മദ്യം ലഹരിയുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വതവേ വികൃതിയുള്ളതായ കുരങ്ങൻ മദ്യം കൂടെ കുടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സുബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ കുരങ്ങൻ പിന്നെ കാണിക്കുന്ന വികൃതികൾ എന്തെല്ലാമായിരിക്കും. അങ്ങനെ വികൃതിയെടുത്ത് വിഭൃതിയിൽ നടക്കുന്ന സമയത്ത് ആ കുരങ്ങനെ ഒരു തേളും കൂടെ കുത്തിയാൽ ആ കുരങ്ങൻ പിന്നെ കാണിക്കുന്നത് എന്തെല്ലാമായിരിക്കും. YSKL സാറിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വാസ്തവത്തിൽ പിശാചിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. സ്വർഗത്തിലുണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ടു. അവൻ്റെ അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്ത അവനെ ഭരിക്കുന്നു. സമയം ഇനി അല്പം കൂടെ ഉള്ളൂ എന്നുള്ളതായ ബോധം അവനുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം നാശം ചെയ്യാൻ ഒക്കുമോ, ഇനിയുള്ള സമയം കൊണ്ട് എന്തെല്ലാം ചെയ്തു കൂട്ടാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് തീർക്കുക എന്നുള്ള നിലയിൽ പിശാച് എത്തി നിൽക്കുകയാണ്. നാം ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കാതിരിക്കുവാനുള്ള സകല പരിപാടികളും പിശാച് നോക്കി. കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിന് നിവൃത്തി അത് നിറവേറരുത് എന്ന് പിശാച് ആഗ്രഹിച്ചു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കാതിരിക്കുവാൻ. അത് പഴയ നിയമത്തിലുടനീളം പുതിയ നിയമത്തിൽ ഹെരോദാവിൻ്റെ കാലത്ത് യേശുക്രിസ്തുവിൻ്റെ ജനനം വരെ നടന്ന സംഭവങ്ങൾ ഞാൻ മുൻകാലത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ തടയുവാൻ പിശാചിന് കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിനെ ശുശ്രൂഷയെ തടയുവാൻ പിശാചിന് കഴിഞ്ഞില്ല. അതിന് യേശുക്രിസ്തുവിനെ അങ്ങനെയും പരീക്ഷിച്ചു നോക്കി. ഉപവാസത്തിന് ശേഷം കർത്താവിനെ പരീക്ഷിക്കുവാൻ പിശാച് അടുത്ത് വന്ന് ആ നിലയിൽ പിശാചിനെ യേശുവിനെ തോൽപ്പിക്കുവാൻ ഗെത്സമനയിൽ വെച്ച് ആ ക്രൂശീകരണം നടക്കാതിരിക്കുവാൻ അവസാനമായി പിശാച് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കി. ഇതൊന്നും വിജയിച്ചില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ
കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം കർത്താവിൻ്റെ സ്വർഗാരോഹണവും നാം ദൈവവചനത്തിൽ കാണും. അതിനുശേഷം നാം അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ സഭയുടെ ആരംഭവും അതിൻ്റെ പ്രവർത്തനങ്ങളും. പിന്നീട് നാം നോക്കിയാൽ യേശു ക്രിസ്തുവിനോടുള്ളതായ പോരാട്ടം പിശാച് അവിടെ വിടുകയാണ്. അതിനുശേഷം ക്രിസ്തുവിൻ്റെ മണവാട്ടി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭയെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതായി പിശാചിൻ്റെ പദ്ധതി. നാം റോമൻ ഭരണകൂടത്തിലേക്ക് വരുമ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിലെ ഒരു ക്ലാസ്സിൽ റോമൻ പീഡകൾ എന്നുള്ളതായ നിലയിൽ 10 പീഡകളെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുള്ളവർ ഓർക്കുന്നുമുണ്ടാവുമല്ലോ. അപ്പോൾ ആ മഹാപീഡകൾ എന്നുള്ളതായ നിലയിൽ 10 റോമൻ പീഡകൾ എന്നുള്ളതായ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ ഈ ദൈവസഭയെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭയെ റോമൻ ഭരണകൂടം കഠിനമായി വിവിധ സാഹചര്യങ്ങളിൽ ഉപദ്രവിച്ചതിൻ്റെ ചരിത്രം റോമ ചരിത്രത്തിലുള്ളതാണ്. അതിനോട് ബന്ധപ്പെട്ട് ഈ സഭയെ ഉപദ്രവിക്കുന്നത് കൊണ്ട് സഭയ്ക്ക് യാതൊരു കുഴപ്പവും പറ്റിയില്ല. എവിടെ സഭ ഉപദ്രവിക്കപ്പെട്ടുവോ, എവിടെ വിശുദ്ധന്മാരുടെ രക്തം വീണുവോ, അവിടെയൊക്കെ സഭ വീണ്ടും ശക്തിയോടുകൂടി വളർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താകുന്നു എന്നുള്ളതായ തെർത്തുല്യന്റെ വാചകം അങ്ങനെ വന്നതാണ്. അപ്പോൾ എവിടെ സഭ പീഡിപ്പിക്കപ്പെട്ടുവോ അവിടെ സഭ വളരുകയായിരുന്നു. ഇന്നും അത് തന്നെയാണ് ചരിത്രം. ദൈവസഭ എവിടെ ഉപദ്രവിക്കപ്പെടുന്നുവോ, ദൈവദാസന്മാർ എവിടെ ഉപദ്രവിക്കപ്പെടുന്നുവോ, സുവിശേഷകന്മാർ എവിടെ അടിയേൽക്കുന്നുവോ, മർദ്ദനമേൽക്കുന്നുവോ അവിടെയൊക്കെ പിന്നീട് കൊയ്ത്ത്, ആത്മാക്കളുടെ കൊയ്ത്ത് നാം കാണുന്നുണ്ട്. അങ്ങനെയാണ് സഭാ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സഭയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ളതായ റോമൻ ചക്രവർത്തിമാരുടെ കാര്യങ്ങൾ നടന്നില്ല. അതിനുശേഷം പിശാച് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. കോൺസ്റ്റന്റൈൻ അല്ലെങ്കിൽ കുസ്തന്തീനോസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കാലമായപ്പോൾ അദ്ദേഹമാണ് ക്രിസ്തുമാർഗത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹമാണ് ആവശ്യമില്ലാത്ത ജാതീയമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം ദൈവസഭയിൽ കൊണ്ടുവന്നു. അങ്ങനെ ലോകമയത്വം സഭയിൽ കയറി വന്നു. ക്രിസ്തുമാർഗം വളരെ വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ കാന്ത എന്നുള്ള നിലയിൽ മുമ്പോട്ട് പോയിരുന്ന സഭ ആ കോൺസ്റ്റന്റൈൻ്റെ വരവോടുകൂടി രാജകീയമായ നിലയിലുള്ളതായ ഉപദ്രവത്തിൽ നിന്ന് സഭ രക്ഷപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാൽ കോൺസ്റ്റന്റൈൻ അല്ലെങ്കിൽ കുസ്തന്തീനോസിന്റെ കാലത്താണ് ദൈവസഭയിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാണുന്ന അനേക ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം സഭയിൽ കയറി ലോകമയത്വം സഭയിലേക്ക് കയറിയത്. അങ്ങനെയാണ്. അവിടെ കൊണ്ടും പിശാച് വിട്ടില്ല. പിന്നീട് നാം നോക്കിയാൽ പിശാചിന്റെ ലക്ഷ്യം ദൈവവചനം ഭൂമിയിൽ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. ബൈബിൾ ഭൂമിയിൽ ഇല്ലാതാക്കുവാൻ എന്തെല്ലാം ചെയ്യാമോ പിശാച് അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങി. അതുകൊണ്ടാണ് വേദപുസ്തകത്തെ ഭൂമിയിൽ ഇല്ലാതാക്കുവാൻ, ബൈബിൾ തുടച്ചു മാറ്റുവാൻ ഒക്കെ ചില ഭരണാധികാരികൾ ശ്രമിച്ചു. എന്നാൽ അങ്ങനെയുള്ളതായ ആളുകളുടെ ഒക്കെ ഫ്രഞ്ചിൽ വോൾട്ടയർ ആണ് പറഞ്ഞത് ബൈബിൾ ഭൂമിയിൽ ഇല്ലാതാക്കുമെന്ന്. എന്നാൽ വോൾട്ടയറുടെ ഭവനം പിൽക്കാലത്ത് ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റിയുടെ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം. ദൈവവചനത്തോട് ഇടപെട്ടാൽ ഇതിന്റെ റിസൾട്ടാണ്. എന്നാൽ അതിനും ശേഷം സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഉള്ളത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ദൈവവചനത്തെ ഇല്ലാതാക്കുവാൻ പിശാചിന് കഴിയുകയില്ല എന്നുള്ളത് പിശാചിന് ബോധ്യമായി കഴിഞ്ഞു. കാരണം ഇനിയും ഒരു ശക്തിക്കും ദൈവവചനത്തെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല. അതുപോലെ കാര്യം പ്രിന്റഡ് കോപ്പി നശിപ്പിച്ചു കഴിഞ്ഞാലും ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെ എല്ലാം ഇത് ലഭ്യമാണ്. അപ്പോൾ ഒരു നിലയിലും ദൈവവചനം ഇനിയും ഭൂമിയിൽ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതറിയാം. ഇനിയും അങ്ങനെയെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇസ്രയേലാണ്. ദൈവത്തിൻ്റെ ഭാവികാല പരിപാടികൾ നിൽക്കുന്നത് മുഴുവൻ ഇസ്രയേലിനുള്ള ബന്ധത്തിലാണ്. കാരണം സഭയുടെ ഉൽപ്രാപണം കഴിഞ്ഞാൽ നാം ഈ പഠിക്കുന്ന കാര്യങ്ങൾ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പറയപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം, വെളിപ്പാട് പുസ്തകത്തിലെ ഈ സംഭവങ്ങളെല്ലാം ഇസ്രയേലിനുള്ള ബന്ധത്തിലാണ് നാം പ്രധാനമായും ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിനെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുവാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് പിശാചിന്റെ വിഷയം. നാം ഇതിനു മുമ്പ് കണ്ടത് അങ്ങനെയാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രയേലിനുള്ള ബന്ധത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന നാസറാണ് പറഞ്ഞത് ഇസ്രയേലിനെ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റും എന്ന് പറയും. ഇസ്രയേലിനെ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റുവാൻ നാസറിന് കഴിഞ്ഞില്ല. നാസർ ഭരണത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. ഇന്ന് ഇറാന്റെ ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട്, ഒരു നിമിഷം പോലും ഇസ്രയേലിനെ ഭൂമിയിൽ വെച്ചേക്കുകയില്ല എന്നൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇതൊക്കെ വെറും സ്റ്റേറ്റ്മെന്റുകളായിട്ട് തന്നെ അവശേഷിക്കുകയുള്ളൂ. കാരണം വചനത്തിൽ ഇസ്രയേലിനെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട് എന്നുള്ളതാണ്. മാനുഷികമായ ഒരു പരിപാടികളും അതിന്മേൽ വിജയിക്കുകയില്ല.
ആത്യന്തികമായി ദൈവം ഇസ്രായേലിനെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ, എന്ത് ചെയ്യുവാൻ ദൈവം ഉദ്ദേശിക്കുന്നുവോ അതിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇവിടെ നാം ഈ 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം അതിൻ്റെ ആദ്യത്തെ വാക്യം നമുക്ക് ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കും. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. താങ്ക് യു. ഇവിടെ ഈ സമുദ്രത്തിൽ നിന്നും ഒരു മൃഗം കയറി വരികയാണ്. ആ മൃഗം കയറി വന്നതായ സമയത്ത് മഹാസർപ്പം തൻ്റെ സിംഹാസനവും തൻ്റെ അധികാരവുമെല്ലാം ഈ കയറി വന്ന മൃഗത്തിന് കൈമാറുകയാണ്. ഈ മൃഗം എന്നിവിടെ പറയുന്നത് ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൃഗം എന്നതിനെ വിളിക്കും എന്നുള്ളത് ഒരു വ്യക്തിയാണ്. കാരണം സിംഹാസനവും കാര്യങ്ങളും എല്ലാം അധികാരവും എല്ലാം കൊടുക്കുകയാണ്. മൃഗത്തിനല്ലല്ലോ അധികാരം കൊടുക്കും. എന്നാൽ അതിനെ വിശേഷിപ്പിക്കുന്ന പദം മൃഗം എന്നുള്ള നിലയിലാണ്. ഇത് നാം പഠിക്കുമ്പോൾ നാം ഒരു കാര്യം കൂടെ ഓർക്കണം. തൃത്വം എന്ന് പറയുന്ന, കഴിഞ്ഞ ആഴ്ച ഞാനത് പരാമർശിച്ചതാണ്, ദൈവിക തൃത്വം എന്ന് പറയുന്നത് പോലെ തന്നെ സാത്താന്യ തൃത്വം എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. ദൈവത്തിൻ്റെ കാര്യങ്ങളെ കോപ്പി ചെയ്യുന്നതാണ് പിശാചിന്റെ പരിപാടി. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് സാത്താന്യ തൃത്വത്തിൽ നമുക്കറിയാം, ദൈവിക തൃത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ സാത്താന്യ തൃത്വം എന്ന് പറയുന്നത് മഹാസർപ്പം, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ എന്നുള്ളതാണ്. ഈ 13-ാം അധ്യായത്തിൽ സാത്താന്യ തൃത്വത്തിൻ്റെ അവതാരങ്ങളെ മുഴുവൻ നാം കാണുകയാണ്. മഹാസർപ്പത്തെ നാം ഇപ്പോൾ കാണുന്നു. മഹാസർപ്പം അധികാരങ്ങൾ ആർക്ക് കൈമാറുന്നു? വെള്ളത്തിൽ നിന്നും കയറി വന്ന മൃഗത്തിന് കൈമാറുന്നു. അത് എതിർ ക്രിസ്തുവാണ്. അതിനുശേഷം 10-ാം വാക്യം കഴിയുമ്പോൾ വീണ്ടും മറ്റൊരു മൃഗത്തെ കൂടെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ആ കള്ളപ്രവാചകൻ എന്നുള്ള നിലയിൽ നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയും. അപ്പോൾ ഇത് സാത്താന്യ തൃത്വത്തിൻ്റെ 3 ഭാഗങ്ങളാണ്. ഈ സാത്താന്യ തൃത്വവും നാം പഠിക്കുമ്പോൾ ദൈവിക തൃത്വം പോലെ തന്നെ പിതാവായ ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് പല കാര്യങ്ങളിലൂടെ പറ്റുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട്. തൃത്വം എന്ന് പറയുന്ന 3 ആളത്വങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് 3 കൂടെ ചേരുന്ന ട്രിനിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ മനുഷ്യ സഹജമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് വേറൊരു കാര്യം. എന്നാൽ പിതാവിനെ നമുക്ക് മനസ്സിലാക്കാം. പിതാവിൻ്റെ സ്വഭാവങ്ങൾ, പിതാവിൻ്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുവാൻ നിരവധി തെളിവുകൾ വചനത്തിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് കൊണ്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ദൈവിക തൃത്വത്തിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. കാരണം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മർമ്മം എന്ന് തന്നെയാണ്. മർമ്മം എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം തന്നെ ഞാൻ പറയാൻ നിങ്ങളോട്. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു മുഴു മനുഷ്യനായിരുന്നു. അതേസമയം എന്തായിരുന്നു? ദൈവത്വവും തന്നിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്വം തന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശത്രുക്കൾ പല നിലകളിൽ തന്നെ തകർക്കുവാൻ നോക്കി, ഒരിടത്തും ഒന്നും സാധിച്ചില്ല. അപ്പോൾ ദൈവത്വം തന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ എന്ത് ചെയ്തു? ലാസർ പുറത്തു വന്നു. കർത്താവിൻ്റെ വാക്കിനാൽ സൗഖ്യമാകുന്നു. കർത്താവ് തൊട്ടപ്പോൾ സൗഖ്യമാകുന്നു. അതുപോലെ തന്നെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പുരുഷാരത്തെ പോഷിപ്പിക്കുന്നതായ കാര്യം, ഇതെല്ലാം ദൈവികമായ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. അതേസമയം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ സഹജമായ കാര്യങ്ങൾ കർത്താവിൽ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യ സഹജമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ലാസർ മരിച്ചതായ സമയത്ത് മരണവാർത്തയും കേട്ടു. ലാസറിന്റെ ഭവനത്തിലേക്ക് പോയതായ കർത്താവ് അവിടെ ചെന്നപ്പോൾ യഹൂദന്മാർ കരയുന്നു, മാർത്തയും മറിയയും കരയുന്നു. അവരോട് ചേർന്ന് കർത്താവും കരയും. അതേസമയം അല്പം കഴിഞ്ഞപ്പോൾ കർത്താവ് ഉയർപ്പിക്കുകയും ചെയ്തു ഈ മരിച്ചയാളിനെ. അപ്പോൾ യേശു ക്രിസ്തുവിനെ വാസ്തവത്തിൽ ആ നിലകളിൽ മനസ്സിലാക്കുവാൻ നമുക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈവൻ ദൂതന്മാർക്ക് പോലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരുടെ ദൂതന്മാരുടെ നോട്ടത്തിൽ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ വന്നു. ഇവിടെ വന്നപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു. അതിനുശേഷവും യേശു ക്രിസ്തു ഈ ജനത്തെ സ്നേഹിക്കുന്നു.
ഇപ്പോഴും അവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും അവസരങ്ങളെ കൊടുക്കുന്നു, അവർക്ക് സുവിശേഷം കേൾക്കാൻ സമയം കൊടുക്കുന്നു. ഇങ്ങനെ അവരോട് വളരെ വളരെ സൗമ്യമായി സ്നേഹത്തിൽ ഇടപെടുന്നുവെന്നും ഈ ദൂതസംഘത്തിന് പോലും മനസ്സിലാകാത്ത കാര്യമാണ്. അപ്പോൾ പൊതുവെ വേദശാസ്ത്രങ്ങൾ പറയുന്നത് 3 ആളത്വങ്ങളിൽ, ദൈവിക ആളത്വങ്ങളിൽ മനസ്സിലാക്കുവാൻ, പൂർണ്ണമായും മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ഏറിയ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുണ്ട്. ഇതുപോലെ തന്നെ ഈ സാത്താന്യ തൃത്വത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ, മഹാസർപ്പം എന്ന് പറയുന്ന പിശാചിനെ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. കാര്യം പിശാചിന്റെ പ്രവർത്തികളോടുള്ള ബന്ധത്തിൽ. അതുപോലെ തന്നെ കള്ളപ്രവാചകനോടുള്ള ബന്ധത്തിലും അവനെയും അവന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ എതിർക്രിസ്തു എന്ന് പറയുന്നയാൾ, എതിർക്രിസ്തുവിനെ വാസ്തവത്തിൽ മനസ്സിലാക്കുവാൻ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ ആളിനെ കുറിച്ച് ചില സൂചനകൾ, ചില പരാമർശനങ്ങൾ അവിടെയും ഇവിടെയൊക്കെ പറയുന്നത് വെച്ചുകൊണ്ടോ ഒരു നിഗമനത്തിൽ നമുക്ക് ചിലരെത്തുന്നു, ഇന്നതായിരിക്കാം അല്ലെങ്കിൽ ഇന്നടത്തുനിന്ന് വരുന്നു എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ ഗഹനമായ ഒരു വിഷയമാണ് എന്ന് നിങ്ങൾ ഈ ഭാഗം കൊണ്ട് ഓർക്കണം. ഈ സാത്താന്യ തൃത്വത്തിലെ ബുദ്ധിമുട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ എതിർക്രിസ്തു എന്ന് പറയുന്നത്. ഇനിയും ഈ വിഷയം നാം പഠിക്കുമ്പോൾ ഈ എതിർക്രിസ്തു എന്നുള്ള വാക്കാണ് വാസ്തവത്തിൽ ശരിയായ പ്രയോഗം. എതിർക്രിസ്തു എന്നുള്ളതാണ്. മലയാളത്തിൽ നമ്മളിതിനെ അന്തിക്രിസ്തു എന്ന് പേരിട്ടു. ഈ അന്തിക്രിസ്തു എന്നുള്ളതായ പേര് വാസ്തവത്തിൽ ബൈബിളിൽ നിന്നുമുള്ള വാക്കല്ല. ആ നിലയിൽ മലയാളം ബൈബിളിലും ഇല്ല, ഒരിടത്തും ഇല്ല. അന്തിക്രിസ്തു എന്നുള്ള വാക്കില്ല. എതിർക്രിസ്തു എന്നുള്ളതായ വാക്ക് ബൈബിളിലുണ്ട്. അപ്പോൾ അതിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ ഗ്രീക്ക് വാക്ക് ആന്റി ക്രിസ്റ്റോസ് എന്നുള്ളതായ വാക്കാണ്. അപ്പോൾ ആന്റി ക്രിസ്റ്റോസ് എന്നുള്ളതായ വാക്ക് അതിനെ മലയാളം പരിഭാഷയിലേക്ക് വന്നപ്പോൾ ആന്റി ക്രിസ്റ്റോ എന്നുള്ളതിനെ എന്തിട്ടു? അന്തിക്രിസ്തു എന്നങ്ങായി. അങ്ങനെ വന്നതാണ് ഈ അന്തിക്രിസ്തു മലയാളത്തിൽ. ആന്റി ക്രിസ്റ്റോസ് എന്നുള്ള ഗ്രീക്കിൽ നിന്നും മലയാളത്തിൽ അന്തിക്രിസ്തു എന്ന് വന്നതാണ്. ഇനിയും നാം ഈ ഭാഗം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഈ പദം അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഈ പദം ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്ന ആൾ വിശുദ്ധ യോഹന്നാനാണ്. യോഹന്നാനാണ് വെളിപ്പാടിലെയും നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൻ്റെയും എഴുത്തുകാരൻ യോഹന്നാനാണ്. അപ്പോൾ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 2:18, 22, 1 യോഹന്നാൻ 2:18, 22, അതുപോലെ തന്നെ 4-ാം അധ്യായം 3-ാം വാക്യം, 2 യോഹന്നാൻ 7-ാം വാക്യം, ഈ വാക്യങ്ങളിലൊക്കെ എതിർക്രിസ്തുവിനെ കുറിച്ചും എതിർക്രിസ്തുവിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ഞാൻ ആ വാക്യഭാഗങ്ങൾ ഒന്നുകൂടെ പറയാം. 1 യോഹന്നാൻ 2:18, 22, 4-ാം അധ്യായം 3-ാം വാക്യം, 2 യോഹന്നാൻ 7-ാം വാക്യം. ഈ എതിർക്രിസ്തുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇവിടെ നാം വായിച്ചതായ ഈ 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ നാം കാണുന്നത്, അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും, അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. നാം ഈ വെളിപ്പാട് പുസ്തക പഠനം തുടങ്ങിയപ്പോൾ ഞാൻ ആരംഭത്തിലെ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വെളിപ്പാട് പുസ്തക പഠനത്തിന് മുമ്പ് നാം ദാനിയേൽ പ്രവചനം പഠിച്ചതിന് ശേഷമായിട്ടാണ് വെളിപ്പാട് പുസ്തകം തുടങ്ങിയത്. ദാനിയേൽ പ്രവചനത്തിൻ്റെ പഠനം ആ നിലയിൽ വീഡിയോ ആയിട്ടല്ല, ഓഡിയോ എന്നുള്ളതായ നിലയിൽ ഓൺലൈനിൽ കിടപ്പുമുണ്ട്. ഈ ദാനിയേൽ പ്രവചനം നാം പഠിച്ചത് സമയത്ത് തന്നെ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭ ക്ലാസ്സിൽ തന്നെ ഞാൻ പ്രത്യേകം പറയുകയുണ്ടായി, ദാനിയേൽ പ്രവചനം പഠിക്കാതെ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ ഒക്കത്തില്ല. അതിൻ്റെതായ രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ. കാരണം ദാനിയേൽ പ്രവചനത്തിൻ്റെ മൊത്തം നാം പഠിച്ചാൽ, അല്ലെങ്കിൽ നാം മൊത്തം വിലയിരുത്തിയാൽ, ദാനിയേൽ പ്രവചന രൂപത്തിൽ പറഞ്ഞതായ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലായി കഴിഞ്ഞു, അത് നിറവേറിക്കഴിഞ്ഞു, അത് ലോക ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ദാനിയേൽ കാണുമ്പോൾ അത് നടക്കുവാനുള്ളതായ സംഭവങ്ങളായിരുന്നു. എന്നാൽ ദാനിയേലിന് ശേഷം കാലങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദാനിയേൽ പ്രവചനത്തിലെ സംഭവങ്ങളിൽ ബഹുഭൂരിപക്ഷവും ചരിത്രത്തിന്റെ ഭാഗമായി മാറി. നാം ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ ദാനിയേലിന്റെ ആ പുസ്തകത്തിലേക്ക് നാം തിരിച്ചു പോവുകയാണ്. ഞാൻ അതിനുവേണ്ടിയാണ് ചാർട്ടിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നത്.
ദാനിയേൽ പ്രവചനത്തിലെ മൂന്ന് ഇൻസിഡന്റ് പ്രധാനമായും നമ്മുടെ മനസ്സിലുണ്ടാകണം ഈ തുടർന്നുള്ളതായ പഠനത്തിന് വേണ്ടി. ആ നിലയിൽ തുടർന്നുള്ളതായ വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ ഒരു അടിസ്ഥാനം ഇടുന്നു എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അപ്പോൾ ഈ ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ കണ്ടതായ ദർശനം എന്ന് പറയുന്നത് നമുക്കറിയാം. ആഴ്ചവട്ടത്തിന്റെ ദർശനം ആർക്കാ കിട്ടിയത്? ദാനിയേലിനാണ് ലഭിച്ചത്. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ആഴ്ചവട്ടത്തിന്റെ ദർശനം, ആഴ്ചവട്ടത്തിന്റെ കണക്ക് കാര്യങ്ങൾ ഒക്കെ ദാനിയേലിന് കിട്ടിയതാണ്. ദാനിയേലിന് അത് കിട്ടുന്നു എന്ന് പറയുന്നത് ആ 70 ആഴ്ചവട്ടവും യഹൂദനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. തൻ്റെ ആഴ്ചവട്ടങ്ങൾ താൻ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. തൻ്റെ സ്വജാതിക്കാരുള്ള ബന്ധത്തിൽ, തൻ്റെ ജാതിയോടുള്ള ബന്ധത്തിൽ, അവരോടുള്ള ബന്ധത്തിൽ ആണ് ന്യായപ്രമാണവും ചുരുളുകളും വെച്ച് പഠിച്ച് ഈ കാര്യങ്ങളിൽ താൻ എത്തുന്നത്. അപ്പോൾ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നതിനെ നമ്മളിതിന് മുമ്പിലത്തെ ക്ലാസ്സുകളിൽ അതിന് വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് 1-2 വാചകത്തിൽ മാത്രം പറഞ്ഞു പോവുകയാണ്. ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷം എന്നുള്ള നിലയിലാണ് കണക്കാക്കിയിരിക്കുന്നത്. ആ നിലയിൽ 70 ആഴ്ചവട്ടത്തെ വേദപുസ്തകം 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. വേദപുസ്തകത്തിലെ സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ ഓർക്കണം, ദാനിയേലിന് ഭാവികാല സംഭവങ്ങൾ കാണിച്ചു കൊടുത്തു. വെളിപ്പാടിൽ നടക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ എതിർ ക്രിസ്തു കയറി വരുന്നതും എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ചില യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെയുള്ളതായ കാഴ്ചപ്പാട്, ദർശനം ദൈവം ദാനിയേലിന് കൊടുത്തു. എന്നാൽ 62 ആഴ്ചവട്ടം കഴിഞ്ഞ്, അല്ല 69 ആഴ്ചവട്ടം കഴിഞ്ഞ് 70-ാം ആഴ്ചവട്ടത്തിനിടയിലുള്ളതായ കാലഘട്ടം, അതായത് 69-ാം ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ ഒരാഴ്ചവട്ടം ബാക്കി നിൽക്കുകയാണ്. ആ 69-ാം ആഴ്ചവട്ടം മുതൽ 70-ാം ആഴ്ചവട്ടം എന്ന് പറയുന്ന ഇതിനിടയിലുള്ളതായ കാലത്തെക്കുറിച്ച്, ഇതിനിടയിലുള്ളതായ വിഷയങ്ങളുടെ ദർശനം ആർക്ക് കിട്ടിയില്ല? ദാനിയേലിന് കിട്ടിയിട്ടില്ല. ഇതിനിടയിലുള്ളതായ കാലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സഭായുഗം അല്ലെങ്കിൽ കൃപായുഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓർക്കണം, 69 ആഴ്ചവട്ടങ്ങളുടെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഒന്നാമത് ആദ്യത്തെ 7 ആഴ്ചവട്ടം എന്ന് പറയുന്നത് യെരുശലേമിനെ പുതുക്കിപ്പണിയുവാൻ അർത്തഹ്ശഷ്ടാ രാജാവിന്റെ കാലത്ത് കൽപ്പന പുറപ്പെടുവിക്കുന്നത് മുതൽ യെരുശലേമിന്റെ യഥാസ്ഥാപനം നടക്കുന്നത് വരെയുള്ളതായ 7 ആഴ്ചവട്ടമാണ്. ആ 7 ആഴ്ചവട്ടം എന്ന് പറയുന്നത് എത്ര വർഷങ്ങൾ? 49 വർഷങ്ങളാണ്. ആ 49 വർഷങ്ങൾ ഒന്നാം ഭാഗമായി നിൽക്കുകയാണ്. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു അല്ലെങ്കിൽ മശിഹായുടെ ഛേദനം വരെ, മശിഹ കാൽവറിയിൽ മരിക്കുന്നത് വരെയുള്ളതായ ആഴ്ചവട്ടം എന്ന് പറയുന്നത് 62 ആഴ്ചവട്ടങ്ങളാണ്. ഈ 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ കൊല്ലപ്പെടുകയാണ്, അല്ലെങ്കിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടുകയാണ്. യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗം നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ളതായ സംഭവങ്ങൾ ഒക്കെ ഒരു ഇടവേള ഉണ്ടെന്നുള്ളതായ നിലയിലല്ല ദാനിയേൽ കണ്ടത്. ദാനിയേൽ പിന്നെ കണ്ടത് 70-ാം ആഴ്ചവട്ടമാണ്. ആ 70-ാം ആഴ്ചവട്ടമാണ് വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ മഹോപദ്രവം എന്നുള്ള നിലയിൽ സഭ ഇവിടുന്ന് എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷമുള്ള ഒരു വർഷത്ത് 7 വർഷങ്ങളിൽ നടക്കുന്ന, ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് 70-ാം ആഴ്ചവട്ടം എന്നുള്ള നിലയിൽ നാം കാണുന്നത്. ഇവിടെ ദാനിയേൽ കണ്ടതായ ഈ ഭാഗം, വെളിപ്പാട് പുസ്തകത്തിൽ ഈ യോഹന്നാൻ ഇവിടെ ദർശിക്കുന്ന ഭാഗം 13-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ സമുദ്രത്തിൽ നിന്നും കയറി വരുന്നതായ വലിയൊരു മൃഗം, ഘോരവും ഭയങ്കരവുമായൊരു മൃഗം. ആ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ആ മൃഗത്തിന്റെ സാമ്യങ്ങൾ പറയുന്നതിൽ മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം, അവന്റെ കാല് കരടിയുടെ കാല് പോലെ, വായ് സിംഹത്തിന്റെ വായ് പോലെ. ഇത് നമുക്ക് പരിചിതമായ ഭാഗമാണ് ദാനിയേൽ പ്രവചനത്തിൽ. ഇവിടെ ദാനിയേൽ പ്രവചനത്തിലെ ആ വിഷയങ്ങൾ നാം ചിന്തിക്കുമ്പോൾ നാം അവിടെ ദർശനത്തിൽ ദാനിയേൽ കണ്ടതായ സ്വപ്നവും അതുപോലെ തന്നെ ദാനിയേലിനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയതായ നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ സ്വപ്നവും, 3 സ്വപ്നങ്ങൾ നമുക്കിവിടെ ഒന്ന് സംക്ഷിപ്തമായി വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതായ നില ഇവിടെ നാം നോക്കുമ്പോൾ ദാനിയേൽ പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ സ്വപ്നം കണ്ടിട്ട് മറന്നുപോയതായ ഇൻസിഡന്റ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഈ 2-ാം അധ്യായത്തിലാണ് നാം കണ്ടത്, സ്വപ്നം കണ്ടു, രാജാവ് ആകപ്പാടെ അസ്വസ്ഥനായി. ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ രാജാവ് ആകപ്പാടെ കുഴഞ്ഞു.
കൽദയ വിദ്വാൻമാരെ മുഴുവൻ താൻ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി. ഇവരോടെല്ലാം ഇതിന്റെ മറുപടിയെക്കുറിച്ച് ചോദിച്ചു. സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. ഇതാണ് അവരുടെ മുമ്പിൽ വെച്ചതായ ആശയം. പക്ഷെ കൽദയ വിദ്വാൻമാർ നിസ്സഹായരായി. അവരെ സംബന്ധിച്ചിടത്തോളം രാജാവിന്റെ ഡിമാൻഡ് ഒരു നിലയിലും സഫലമാക്കുവാൻ അവരെ കൊണ്ട് കഴിയുമായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ദാനിയേൽ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്. ദാനിയേൽ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ദാനിയേൽ രാജാവിന്റെ മുമ്പിൽ പോയി നിന്നു. ഈ സ്വപ്നവും സ്വപ്നത്തിന്റെ അർത്ഥവും വ്യാഖ്യാനിക്കുന്നു. സ്വപ്നവും സ്വപ്നത്തിന്റെ അർത്ഥവും വ്യാഖ്യാനിക്കുമ്പോൾ ലോകചരിത്രം അന്നുവരെ ഒരു മനുഷ്യന്റെയും ബുദ്ധിയിലൂടെ പോലും പോകാത്തതായ കാര്യങ്ങൾ, ലോകത്തിലെ ഒരു ഭരണാധികാരികളുടെയും ചിന്തയിലൂടെ പോലും പോകാത്തതായ കാര്യങ്ങളാണ് ദൈവം ദാനിയേലിലൂടെ അവിടെ സംസാരിക്കുന്നത്. ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യം നിലവിലിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. ബാബിലോണിന്റെ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ രാജാവ് എന്നുള്ള നിലയിലാണ് നെബൂഖദ്നേസറിനെ നമ്മൾ കാണുന്നത്. വളരെ ശക്തനായ രാജാവായിരുന്നു. ബാബിലോണിന്റെ പ്രതാപത്തിലേക്ക് അതിന്റെ ഉന്നതിയിലേക്ക്, പ്രതാപത്തിന്റെ ഉന്നതിയിൽ കൊണ്ടെത്തിച്ചത് ഈ നെബൂഖദ്നേസർ രാജാവാണെന്ന് നമുക്കറിയാം. ആ നെബൂഖദ്നേസറിന് ദൈവം അനുവാദം കൊടുത്തതാണെന്നുള്ളത് നമുക്ക് ആ പ്രവചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിന്റെ അനുസരണക്കേട്, ഇസ്രായേൽ ദൈവത്തെ വിട്ടുപോയത്, ഇസ്രായേലിന്റെ കൽപ്പനാലംഘനം, ഇസ്രായേലിന്റെ വിഗ്രഹാരാധന, ജീവനുള്ള ദൈവവുമായി ബന്ധമില്ലാത്ത നിലയിൽ ഇസ്രായേൽ അധപ്പതിച്ചപ്പോൾ അവിടെയാണ് ദൈവം പറഞ്ഞത്, ഞാൻ കൽദയ രാജാവിനെ വരുത്തും. കൽദയ രാജാവിനെ വരുത്തി ഈ ജനത്തെ ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള നിലയിൽ ജാതീയ രാജാവിന്റെ കയ്യിലേക്ക് ജനങ്ങളെ വിട്ടുകൊടുത്തു. അങ്ങനെയാണ് ഈ ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകുന്നത് നമുക്കറിയാം. എന്നാൽ ഈ സ്വപ്നത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടു ദാനിയേലോടെ കൊടുക്കുന്ന വ്യാഖ്യാനം 2-ാം അധ്യായത്തിൽ. ഈ സ്വപ്നം എന്താണെന്ന് ദാനിയേൽ മൊത്തത്തിൽ വിശദീകരിച്ചു. ഈ സ്വപ്നം വിശദീകരിച്ചതിൻ്റെ ബന്ധത്തിൽ ദാനിയേൽ ഒന്നാമതായിട്ട് പറഞ്ഞു, രാജാവേ, ആ കണ്ടതായ ദർശനത്തിലെ അതിന്റെ തല പൊന്നുകൊണ്ടുള്ളതായ തലയാണ്. പൊന്നുകൊണ്ടുള്ളതായ തല രാജാവേ അങ്ങ് തന്നെയാകുന്നു, അല്ലെങ്കിൽ അത് ബാബിലോൺ സാമ്രാജ്യമാകുന്നു, അങ്ങയുടെ സാമ്രാജ്യമാകുന്നു. അങ്ങയുടെ ഹൃദയത്തിലൂടെ വികാര വിചാരങ്ങൾ കടന്നുപോയി. എന്റെ ശേഷം അല്ലെങ്കിൽ എന്റെ സാമ്രാജ്യത്തിന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതായ ചിന്തകൾ തന്നെ താങ്കളെ ഭരിച്ചു. അങ്ങനെ താങ്കളുടെ ഉറക്കം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആ സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ സ്വപ്നം കാണുന്നത്. നിങ്ങൾ ഇരിക്കുന്ന ഈ സാമ്രാജ്യം അല്ലെങ്കിൽ നിങ്ങൾ ഭരണം നടത്തുന്ന ഈ ബാബിലോൺ സാമ്രാജ്യമാണ് ഈ പൊന്നുകൊണ്ടുള്ളതായ തല കാണിക്കുന്നത് എന്നും ദാനിയേൽ വ്യാഖ്യാനത്തിലൂടെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അതിൻ്റെ അടുത്ത വിഷയം, പക്ഷെ രാജാവേ, അങ്ങയുടെ ബാബിലോൺ സാമ്രാജ്യം സ്ഥിരമായി നിൽക്കുകയില്ല. അങ്ങയുടെ സാമ്രാജ്യത്തിനൊരു അന്തമുണ്ട്, ഒരു അവസാനമുണ്ട്. അങ്ങയുടെ ബാബിലോൺ സാമ്രാജ്യത്തിന് ഒരു അവസാനമുണ്ട്. അതിനുശേഷമായിട്ടോ വെള്ളി കൊണ്ടുള്ളതായ ഒരു സാമ്രാജ്യം ഉടലെടുക്കുകയാണ്. വെള്ളി കൊണ്ടുള്ളതായ സാമ്രാജ്യം ഉടലെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സാമ്രാജ്യം നമുക്ക് കൈയും നെഞ്ചും ഉൾപ്പെടുന്ന ഈ ഭാഗം, ഈ ബിംബത്തിന്റെ, ഇത് വേറൊരു സാമ്രാജ്യമാണ്. അതായത് 2ാമത്തെ സാമ്രാജ്യം എന്നുള്ള നിലയിൽ മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യം നമ്മൾ കണ്ടു. ആ മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരവയവമല്ല, ഒന്നിൽ കൂടുതൽ അവയവങ്ങളുണ്ട്. കാരണം കൈയും നെഞ്ചും എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഒന്നിൽ കൂടുതൽ അവയവങ്ങൾ വന്നു വീഴും. എന്നാൽ 1ാമത്തെ സാമ്രാജ്യം ഒറ്റ തല ഒന്ന് എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഇതൊന്നിൽ കൂടുതലുള്ളതായ അല്ലെങ്കിൽ 2 അവയവങ്ങളാണ്. മേദ്യരും പാർസികളും ഒന്നിച്ചാണ് ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത്. മേദ്യരേക്കാൾ പാർസികൾ ഈ സാമ്രാജ്യത്തിൽ പ്രബലന്മാരായിരുന്നു, അവരായിരുന്നു ശക്തന്മാർ. അങ്ങനെ 2ാമത്തെ സാമ്രാജ്യം നിലവിൽ വരികയാണ്. ബാബിലോൺ സാമ്രാജ്യം അസ്തമിച്ചു കഴിയുമ്പോൾ 2ാമത് വരുവാൻ പോകുന്ന, അപ്പോൾ ഓർക്കണം, ഈ വ്യാഖ്യാനം ദാനിയേൽ കൊടുക്കുമ്പോൾ ഈ സാമ്രാജ്യം നിലവിലുണ്ട്. ബാബിലോൺ സാമ്രാജ്യം നിലവിലിരിക്കുമ്പോഴാണ് ദാനിയേൽ ഇത് പറയുന്നത്. എന്നാൽ ഇത് വെളിപ്പാടാണ്. ഈ രാജാവിലൂടെ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്ത വെളിപ്പാടിന് ആത്മീയമായ വ്യാഖ്യാനം ദാനിയേൽ നൽകുകയാണ്. ആ നിലയിലാണ് ആർക്കും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത, നെബൂഖദ്നേസർ രാജാവിന് ഒരിക്കൽ പോലും ചിന്തിക്കുവാൻ കഴിയാതിരുന്ന നിലയിൽ മേദ്യരും പാർസികളും കൂടെ ഒത്തുചേർന്നു തന്റെ സാമ്രാജ്യത്തിന് അന്ത്യം കുറിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യത്തെ തകർക്കും എന്നുള്ളത് ഈ സ്വപ്നത്തിലൂടെ വെളിപ്പെടുകയാണ്. അടുത്തതായിട്ട് അവിടം കൊണ്ടും ദൈവത്തിന്റെ കാര്യപരിപാടി അവസാനിക്കുന്നില്ല. ഈ പറയപ്പെടുന്ന മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യം അത് അന്ത്യമല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്റെ ദാസനായ കോരേശ്
പാർസി രാജാവായ അല്ലെങ്കിൽ പാർസി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട രാജാവായിരുന്ന കോരേശ് മുഖേനയാണ് വിളംബരം പുറപ്പെടുവിച്ചത് പ്രവാസത്തിലേക്ക് പോയതായ ഇസ്രായേൽ മടങ്ങിപ്പോകുവാൻ. ദൈവം കോരേശിന്റെ ഹൃദയത്തെ തൊട്ടുണർത്തി. ദൈവം കോരേശിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. അങ്ങനെ മേദ്യരുടെയും പാർസികളുടെയും ഭരണകാലത്ത് പാർസി രാജ്യത്തിന്റെ ആ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധിപനായിരുന്ന കോരേശിന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. അവൻ എന്ത് ചെയ്തു? ഇസ്രായേലിന് മടങ്ങിപ്പോകാനുള്ളതായ അനുവാദം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ അവിടെ കൊണ്ടും സാമ്രാജ്യം അവസാനിക്കുന്നില്ല. മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യത്തിനും ഒരു അന്തമുണ്ടായിരുന്നു. അത് അടുത്തായിട്ട് നാം കാണുന്നത് താമ്രം കൊണ്ടുള്ളതായ വയറ് എന്നുള്ളതാണ്. അത് വീണ്ടും നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും ഒറ്റ സാമ്രാജ്യമായിട്ട് വരികയാണ്. ഒറ്റ സാമ്രാജ്യം, യവന സാമ്രാജ്യം. അപ്പോൾ താമ്രം കൊണ്ടുള്ളതായ ഈ വയറ് എന്ന് പറയുന്ന ഈ ഭാഗം നാം നോക്കിയാൽ മാസിഡോണിയ കേന്ദ്രമാക്കി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ യവന സാമ്രാജ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യവന ഭരണാധിപനായിരുന്ന അലക്സാണ്ടറുടെ ആവിർഭാവമാണ്, അലക്സാണ്ടറുടെ വരവാണ്. ഈ അലക്സാണ്ടറുടെ വരവും പ്രവർത്തനങ്ങളും എല്ലാം അതിവേഗമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇത് ലോകരാജ്യങ്ങളെ മൊത്തം കീഴ്പ്പെടുത്തിക്കൊണ്ടു അതിവേഗമാണ് ഈ താമ്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ യവന സാമ്രാജ്യം വളർന്നത് എന്നുള്ളത് നിങ്ങൾ അറിയണം. വളരെ വേഗമാണ് ലോകരാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് മൂന്നാമത്തെ സാമ്രാജ്യമായി ദാനിയേൽ കാണുകയാണ്. ഇതും ഓർക്കണം, വരുവാനിരിക്കുന്ന കാര്യങ്ങൾ ദാനിയേലിന് ദൈവം കാണിച്ചു കൊടുത്തതാണ്. ഓർക്കണം, ലോക ചരിത്രത്തിൽ ഇതെല്ലാം നിറവേറിക്കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത്. ദൈവവചനം വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്ന് പറയുവാൻ കാരണം നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെ ദൈവവചനം എന്ന് പറയുന്നതിന് നിരവധി പ്രവചനങ്ങളാണ്. അതിന്റെ 2 ഭാഗങ്ങൾ പ്രവചനമാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ഭാഗങ്ങൾ നിറവേറിക്കഴിഞ്ഞു. എന്നാൽ ഇനിയും നിറവേറുവാനുള്ളതായ പ്രവചനങ്ങൾ ദൈവവചനത്തിലുണ്ട്. നാം വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്നത് നിറവേറുവാനുള്ളതായ പ്രവചനങ്ങളാണ്. എന്നാൽ ഇതിനോട് ചേർന്ന് ഞാൻ ഈ ഭാഗത്ത് പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം നടന്നു കഴിഞ്ഞുവോ, അതുപോലെ തന്നെ ഇനി നടക്കുവാനുള്ളതായ കാര്യങ്ങളും നിശ്ചയമായും നടപ്പിലാകും എന്നുള്ളത് നാം ഓർക്കണം. ദൈവം അങ്ങനെയാണ്, ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദാനിയേലിന് ദൈവം കാണിച്ചു കൊടുത്തു. ഈ ദർശനത്തിൽ 3 സാമ്രാജ്യങ്ങൾ ഇവിടെ വരെ വന്നപ്പോൾ നാം കണ്ടു. അടുത്തതായിട്ട് വീണ്ടും കാല് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നാം വരികയാണ്. ഈ സ്വപ്നത്തില് ഈ കാൽ എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടുള്ളതായ കാലാണ്. ഈ ഇരുമ്പ് കൊണ്ടുള്ളതായ കാൽ എന്ന് പറയുമ്പോൾ ഇവിടെ നാം നോക്കുമ്പോൾ ഈ 2 കാലുകളാണ്. ഈ റോമാ സാമ്രാജ്യം ഒന്നാണെന്ന് നാം ചിന്തിക്കുമ്പോൾ തന്നെ റോമാ സാമ്രാജ്യത്തെ പാശ്ചാത്യ പൗരസ്ത്യ എന്നുള്ള നിലയിൽ 2 റോമൻ സാമ്രാജ്യങ്ങളായിട്ട് റോമായിട്ട് തന്നെ വിഭാഗിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ റോം 2 ഭാഗങ്ങളായിട്ട് 2 ഭാഗങ്ങൾ എന്നുള്ള നിലയിൽ റോമിനെ കുറിച്ചുള്ള ചിന്തയുണ്ട്. ഏതായാലും ഈ സാമ്രാജ്യവും എന്ത് ചെയ്ത് കഴിഞ്ഞു? വന്നു പോയി. യേശു ക്രിസ്തുവിന്റെ കാലത്ത് നിലവിലിരുന്ന സാമ്രാജ്യം ഈ റോമാ സാമ്രാജ്യമാണ്. യോഹന്നാൻ ഈ ദർശനം കാണുന്ന സമയത്ത്, പത്മോസിൽ വെളിപ്പാട് കാണുന്ന സമയത്ത് നിലവിലിരിക്കുന്ന സാമ്രാജ്യവും ഈ റോമാ സാമ്രാജ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം ഓർക്കണം, എത്ര കൃത്യമായിട്ട് ഇതും അന്ത്യമല്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഈ റോമാ സാമ്രാജ്യവും നിലനിൽക്കുവാനുള്ളതായ സാമ്രാജ്യമല്ല. എന്നാൽ എല്ലാ സാമ്രാജ്യങ്ങളും എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിച്ചിട്ടാണ് പോയത്. ഇവരുടെ എല്ലാം കാലത്ത് അംഗീകരിക്കുവാൻ കൊള്ളാവുന്ന, അല്ലെങ്കിൽ പിൽക്കാലത്ത് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന, അല്ലെങ്കിൽ അത് പിന്തുടരുവാൻ കൊള്ളാവുന്ന സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അത് തുടരുകയാണ്. നാം നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഒരു സാമ്രാജ്യമായിരുന്നു യവന സാമ്രാജ്യം. ലോകരാജ്യങ്ങളെ തമ്മിൽ ഏറ്റവും പ്രത്യേകമായി ബന്ധിപ്പിച്ചത് യവനന്മാരാണ്. അവര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായ സംസ്കാരങ്ങളെ ഏകോപിപ്പിക്കുന്നത് അലക്സാണ്ടറുടെ കാലത്താണ്. ഒരു ഭാഷ എന്നുള്ളതായ നിലയിൽ ലോകത്തിനൊരു പൊതുഭാഷ, ഇന്ന് ഇംഗ്ലീഷ് വേൾഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പോലെ ലോകത്തിനൊരു പൊതുഭാഷ എന്നുള്ളതായ നിലയിൽ യവന ഭാഷയെ ഉയർത്തിക്കൊണ്ടുവന്നത് അലക്സാണ്ടറുടെ ഭരണമാണ്. നിങ്ങൾ ഓർക്കണം, അതുകൊണ്ടുണ്ടായ ഗുണം എന്നാന്ന് ചോദിച്ചാൽ അതുകൊണ്ട് വളരെ ഗുണമുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം, സഭയുടെ ആരംഭത്തിന് ശേഷം സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായമായി തീർന്നത് ഈ ഭാഷയാണ്. കാരണം യവന ഭാഷ അന്നെല്ലാവർക്കും കോമൺ ഭാഷയായി മാറിക്കഴിഞ്ഞു. പൗലൂസും മറ്റും പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ഈ ഭാഷയിൽ സംസാരിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവുന്നതായ നിലയിലെത്തി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ഭാഷ പഠിക്കേണ്ടതായ അവസ്ഥയില്ലായിരുന്നു പൗലൂസിന്റെ കാലമായപ്പോൾ. കാരണം രാജ്യങ്ങളിലെല്ലാം ഈ യവന ഭാഷ പ്രചാരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അത് മാത്രമല്ല, നിരവധി റോഡുകൾ
എല്ലാം വെട്ടിത്തെളിച്ചതും പുതുതായി ഉണ്ടാക്കിയതും എല്ലാം ഈ യവനന്മാരുടെ കാലത്താണ്. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതെല്ലാം പിൽക്കാലത്ത് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം. റോമൻ ഭരണകൂടത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ നിയമങ്ങളും അതുപോലുള്ള സംവിധാനങ്ങളോടുള്ള ബന്ധത്തിൽ ഇന്നും ലോകത്തിൽ നിലവിലിരിക്കുന്ന ഒരുപാട് നിയമ സംവിധാനങ്ങളെല്ലാം ഈ റോമൻ ഭരണകൂടത്തിന്റെ ഈ വിഷയങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ ഈ മേദ്യരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവരുടേതായ കോൺട്രിബ്യൂഷൻസ് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം ആ സാമ്രാജ്യം വന്നതുകൊണ്ടാണ് ബാബിലോൺ സാമ്രാജ്യത്തിൽ പ്രതാപത്തിൽ അടിമത്വത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഇസ്രായേൽ മക്കൾക്ക് എന്ത് കിട്ടിയത്? വിമോചനം ലഭിക്കുന്നത്, വിടുതൽ ലഭിക്കുന്നത്, അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ കൽപ്പന ലഭിക്കുന്നത്, അവർക്ക് ദേവാലയം പണിയുമുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നത്, ഇതെല്ലാം മേദ്യപാർസി സാമ്രാജ്യം വന്നതുകൊണ്ടുണ്ടായതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ പറയപ്പെടുന്ന ഇവിടം വരെയുള്ളതായ കാര്യങ്ങൾ എല്ലാം ഇന്ന് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നതിനകത്ത് ആർക്കും തർക്കിക്കുവാൻ കഴിയാത്തതായ ഭാഗങ്ങളാണ്. ഇത് ഹിസ്റ്ററിയാണ്. വേദപുസ്തകത്തിൽ പറയുന്നു, അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നു എന്ന് പറഞ്ഞു വിടുകയല്ല. ഈ പറയപ്പെടുന്ന രാജാക്കന്മാരുടെ പേരുകളും ഈ പറയപ്പെടുന്ന രാജാക്കന്മാരുടെ ഭരണകാലങ്ങളും അവരുടെ സാമ്രാജ്യവും ഇതെല്ലാം വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. നിഷേധിക്കാൻ ആർക്കും പറ്റാത്ത ചരിത്ര സംഭവങ്ങൾ, ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ഈ നെബൂഖദ്നേസർ കണ്ടതായ ഈ ദർശനത്തിൽ നാം അടുത്തായിട്ട് കാണുന്നത് ഈ കാൽപാദം എന്ന് പറയുന്ന ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഈ കാൽപാദം കളിമണ്ണ് കൊണ്ടുണ്ടായ ഭാഗമാണ്. ഓർക്കണം, വളരെ വളരെ നല്ല ഒരു രൂപം. തുടങ്ങുന്നത് വളരെ ഏറ്റവും വില കൂടിയതായ ലോഹത്തിൽ നിന്നും തുടങ്ങുകയാണ്. ആ ഏറ്റവും വില കൂടിയതായ ലോഹത്തിൽ നിന്നും തുടങ്ങി അടുത്തത് തല പൊന്നുകൊണ്ട്, കൈയും നെഞ്ചും വെള്ളി കൊണ്ടു, അതിനുശേഷമായിട്ട് താമ്രം, അതിനുശേഷം ഇരുമ്പ്. വില കുറഞ്ഞ ലോഹത്തിന്റെ ക്രമത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. വന്നു ഇത് നിൽക്കുന്നത്, ലോഹം നിൽക്കുന്നത് അലോഹ വസ്തുവിലാണ്. ഒരു നിലയിലും ഒന്നിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ, ഒരു നിലയിലും യോജിക്കുവാൻ കഴിയാത്ത നിലയിൽ മണ്ണിന്മേൽ ഈ പ്രതിമ, ഈ രൂപം നിൽക്കുകയാണ്. ഓർക്കണം, ലോക ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ, ലോക ചരിത്രത്തിൽ വളരെ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചതായ ഭരണാധികാരികൾ ഇവരെല്ലാം നിന്നത് വെറും കളിമണ്ണിന്റെ മുകളിലാണ്. നമ്മൾ ഓർക്കണം, വെറും കളിമണ്ണിന്റെ മുകളിലാണ്. ഇവരെല്ലാം വിചാരിച്ചു ഇവരുടെ ഭരണകൂടം നിലനിൽക്കുമെന്ന്. ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ ഇനിയും ഈ കാൽപാദത്തിലേക്ക് നാം വരുമ്പോൾ ഈ കാൽപാദങ്ങളിൽ 10 വിരലുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതെല്ലാം നമുക്ക് അടുത്ത ഭാഗം പഠിപ്പാനുള്ളതായ ഭാഗങ്ങളിലേക്ക് വരുന്നതാണ്, 10 രാജാക്കന്മാരെന്നുള്ളതായ ബന്ധത്തിലും മറ്റു കാര്യങ്ങൾ. എന്നാൽ ഇന്ന് ലോക ചരിത്രം നാം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിലെ ഭരണകൂടങ്ങളെ നാം നോക്കുമ്പോൾ, ഇംഗ്ലണ്ടിൽ ഇന്നും രാജഭരണം പേരിനുണ്ട്, യാതൊരു അധികാരവുമില്ലാത്ത ഒരു രാജ്ഞി അവിടെ ഇരിപ്പുണ്ട്. അത് ഇംഗ്ലണ്ടിലെ കാര്യം. അതുപോലെ തന്നെ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ ഇതുപോലെ ചക്രവർത്തി പദവും ഒക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന, പേരിന് വേണ്ടിയിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഭരണം പല രാജ്യങ്ങളും അവരുടെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞു. എന്നാൽ ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്നും ഇന്നും പ്രധാനമായിട്ടും ഷെയ്ഖുമാർ ഭരിക്കുന്നു. അവർ ഏകാധിപത്യ ഭരണം നടക്കുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട്, ഇല്ലെന്ന് നിഷേധിക്കുന്നില്ല. എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും ജനാധിപത്യം നിലവിൽ വന്നു കഴിഞ്ഞു. ഏത് വ്യവസ്ഥിതിയായാലും, ജനാധിപത്യമായാലും കമ്മ്യൂണിസമായാലും ഏകാധിപത്യമായാലും സ്വേച്ഛാധിപത്യമായാലും ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കണം. കാരണം ഇതെല്ലാം വെറും കളിമണ്ണുകൾ മാത്രമാണ്. കളിമൺ പോലെ മാത്രമേ ഉള്ളൂ. ഇതിന് നിലനിൽപ്പില്ല, ഇതിന് സ്ഥായിയായി ഒന്നും അവകാശപ്പെടുവാനില്ല എന്നുള്ളതാണ് ഈ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ നിവൃത്തിയാകുവാനുള്ളതായ ഭാഗത്ത് നാം കാണുന്നത്. ഇതിൽ ഇവിടെ വരെയുള്ളതായ കാര്യങ്ങളെല്ലാം ഈ ദർശനത്തിന് നിവൃത്തിയായി കഴിഞ്ഞ ഭാഗങ്ങളാണ്. ഈ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം നോക്കുമ്പോൾ അവിടെയാണ് കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്നും വരുന്നത് ദാനിയേൽ കണ്ടു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗം വായിച്ചാൽ കൈ തൊടാതെ വരുന്ന 2-ാം അധ്യായത്തിൽ ഈ കല്ല് ഓർക്കണം, ദൈവത്തിന്റെ പദ്ധതി എത്ര കൃത്യമായിട്ട് തന്നെ നടക്കുന്നു എന്നുള്ളത് നോക്കണം. ഇവിടെ ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യങ്ങൾ സന്ദർഭവശാൽ നിങ്ങളോട് ഞാൻ പറയാം. ഇസ്രായേൽ പാളയത്തിൽ ഗോലിയാത്ത് എന്ന് പറയുന്ന കഥാപാത്രം അനേക ദിവസങ്ങൾ വന്നു നിന്നോട് വെല്ലുവിളിച്ചു. വാ, ധൈര്യമുള്ള വാ എന്നുള്ള നിലയിൽ എന്നോട് പോരാടുവാൻ നിങ്ങളൊരുത്തനെ ഇങ്ങോട്ട് വിട്, ഞാൻ അവനുമായിട്ട് പോരാടാം, ഇങ്ങോട്ട് വിട്, ധൈര്യമുണ്ട് വിട് എന്ന് പറഞ്ഞ് നിന്നോട് എന്ന് വന്ന് വെല്ലുവിളിക്കുകയാണ്. ഇവന്റെ തലവട്ടം കാണുന്ന ഉടനെ ഇസ്രായേൽ ഓടും.
ഇതാണ് ദാവീദ് ചെല്ലുമ്പോൾ കാണുന്നത്. ദാവീദ് ക്ഷേമം അന്വേഷിക്കാൻ പോയതാണ്. നമുക്ക് ഈ ഭാഗം കാണുമ്പോൾ അറിയാം, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രക്തത്തിന് തിളപ്പ് തോന്നി ദാവീദിന്. കാര്യം, ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുന്ന ഈ പരീക്ഷയെ ഇവനെ ഇങ്ങനെ വിടാൻ ഒക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ഇവൻ വന്നു നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവത്തെയാണ്. അതുകൊണ്ട് ഇവനെ എന്നോട് നേരിടണം എന്നുള്ള ആ ചിന്ത ദാവീദിൽ അങ്കുരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ആ ഭാഗം പഠിച്ചു നോക്കിയാൽ കാണാം, ഈ ഗോലിയാത്ത് ഒരു പരമ മണ്ടനാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ എല്ലാ പടച്ചട്ടയും അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ഇവൻ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഇവന്റെ കയ്യിൽ വലിയ വാളുണ്ട്. ഇതെല്ലാ പരിപാടിയുണ്ട്. പക്ഷെങ്കിൽ ഇവന്റെ കൂടെ വേറൊരാളുണ്ട്. ഇവന്റെ പരിച, ഇവനെ സംരക്ഷിക്കാനുള്ള ഇവന്റെ പരിച വേറൊരാളുടെ കയ്യിലാണ്. നിങ്ങൾ ആ ഭാഗം നോക്കിയാൽ കാണാം, പരിചക്കാരൻ കൂടെയുണ്ട്. അപ്പോൾ ഈ പരിച ഗോലിയാത്തെ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ദാവീദിന്റെ കല്ല് വരുന്ന സമയത്ത് ഈ പരിച പിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ പരിച കയ്യിലില്ലായിരുന്നു. അത് പോട്ടെ, അതൊക്കെ ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ അതിനേക്കാൾ പ്രധാനമായിട്ട് ഞാൻ പറയാൻ വന്നത്, ഇവന്റെ ശരീരത്തിൽ കവർ ചെയ്യാത്ത ഒറ്റ സ്ഥലമേ ഉണ്ടായിരുന്നു. ഒറ്റ സ്ഥലം. ഇത്രയും വലുതായ പരിപാടി ഈ യുദ്ധത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി, ആയുധങ്ങളുമൊക്കെ എടുത്തണിഞ്ഞ് ഈ അമാനുഷികനായ ഈ കഥാപാത്രം ഇസ്രായേൽ പാളയത്തിൽ വന്നു നിന്നു അതിശക്തമായി വെല്ലുവിളിച്ച ഈ സമയത്ത് ശരീരത്തിൽ കവർ ചെയ്യാത്ത ഒരൊറ്റ സ്ഥലമേ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടു ദാവീദ് തോട്ടിലിനടുത്ത് ആ കല്ല് കവണയിൽ വെച്ച് ചുഴറ്റി എറിഞ്ഞപ്പോൾ ആ കല്ല് കറക്റ്റ് എന്ന് കൊണ്ടത് ആ സ്പോട്ടിലാണ്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയും. നമ്മൾ ഓർക്കണം, ഇവിടെ മനോഹരമായ ഒരു ബിംബമാണ്. ഈ ബിംബം നിൽക്കുന്നത് വെറും കളിമണ്ണിലാണ്. പർവ്വതത്തിൽ നിന്നും കല്ല് വന്നു ഈ തലയിൽ അടിച്ചിരുന്നെങ്കിൽ ഒരു ശബ്ദം കേട്ടെ, അല്ല അത് വെള്ളിയിൽ അടിച്ചിരുന്നെങ്കിൽ അല്പം കൂടെ വ്യത്യസ്തമായ വേറൊരു സൗണ്ട് വന്നേനെ. കാര്യം ഓരോ ലോകത്തിനും ഓരോ സൗണ്ടാണ്. അപ്പോൾ തലയിൽ അടിച്ചിരുന്നെങ്കിൽ, സ്വർണത്തിൽ അടിച്ചിരുന്നെങ്കിൽ ഒരു ശബ്ദം, വെള്ളിയിൽ അടിച്ചിരുന്നെങ്കിൽ അതിന് വേറൊരു ശബ്ദം, അത് താമ്രത്തിൽ അടിച്ചിരുന്നെങ്കിൽ അതിന് വേറൊരു ശബ്ദം, ഇരുമ്പിൽ അടിച്ചാൽ അതിന് വേറൊരു ശബ്ദമുണ്ട്. അതിവിടെ വന്നടിച്ചാൽ ശബ്ദമുണ്ട്. ആ ശബ്ദത്തോടു കൂടെ എല്ലാം കൂടെ താഴെ വീഴുക. ഓർക്കണം, ദൈവത്തിന്റെ പദ്ധതി ഇതാണ്. ഇത് നടക്കുവാനിരിക്കുന്ന സംഭവമാണ്. നമുക്കിനി പഠിപ്പാനുള്ളതായ കാര്യമോ? അപ്പോൾ ലോകവാഴ്ചകൾ എന്ന് പറയുന്നത്, ലോകത്തിലെ അധികാരങ്ങൾ എന്ന് പറയുന്നത്, ലോകത്തിന്റെ ഭരണകൂടങ്ങൾ എന്ന് പറയുന്നതിന്റെ എല്ലാ ഭരണവും നീക്കിയിട്ടു രാജ്യം ദൈവപുത്രന്റെ കയ്യിലേക്ക് മടങ്ങി വരുന്ന, രാജാതി രാജാവായ കർത്താവിലേക്ക് മടങ്ങി വരുന്ന, യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്ന, ഇന്ന് ദുഷ്ടന്റെ കൈ കീഴിൽ കിടക്കുന്ന, ദുഷ്ടൻ സാമ്രാജ്യമാക്കി വെച്ചിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ എല്ലാം ലോകത്തെ മൊത്തം അവൻ ഭരിക്കുമ്പോൾ ഇത് മൊത്തം കർത്താവിലേക്ക് മടങ്ങി വരുന്ന ഒരു സുദിനമുണ്ട്. ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടി ഈ കല്ല് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാണ്. വെറും കല്ലല്ല, യുഗങ്ങളുടെ പാറയായ ക്രിസ്തു. അത് പഴയ നിയമം മുതൽ നമ്മൾ കാണുന്നതാണ്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നല്ലോ അവർ കുടിച്ചത്. അപ്പോൾ യേശു ക്രിസ്തുവാകുന്ന പാറയെ, യുഗങ്ങളുടെ പാറയെ പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ പ്രയാണത്തിലൂടെ നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പത്രോസിനോട് പറയുമ്പോഴും പറയുന്നത്, പത്രോസേ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. പത്രോസാകുന്ന പാറയല്ല, ക്രിസ്തുവാകുന്ന പാറമേലാണ് ദൈവത്തിന്റെ സഭയെ പണിതിരിക്കുന്നത്. പത്രോസ് തന്നെ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, യുഗങ്ങളുടെ പാറയായി അവന്റെ അരികിൽ വന്നിട്ട് ക്രിസ്തുവാകുന്ന പാറ എന്നുള്ള നിലയിൽ പത്രോസ് പോലും യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് ഓർക്കണം. ദൈവവചനം ക്രിസ്തുവിനെയാണ് പാറ എന്ന് വിളിച്ചിരിക്കുന്നത്, പത്രോസിനെ അല്ല പാറ എന്ന് വിളിക്കുന്നത്. ഇനി അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതാണ്. ഇവിടെ അടുത്തായിട്ട് നാം വരുമ്പോൾ ഇത് ദാനിയേലിനോട്, ഇത് നെബൂഖദ്നേസറിനോടുള്ള ബന്ധത്തിൽ നാം ദാനിയേൽ പ്രവചനത്തിൽ കണ്ടതായ ഭാഗമാണ്. ഇനി നടക്കുവാനുള്ളതായ കാര്യമായിട്ട് നിൽക്കുകയാണ്. അടുത്തതായിട്ട് 7-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദാനിയേൽ കാണുന്നതായ ദർശനമാണ്. ഇത് ദാനിയേലിന്റെ ദർശനമാണ്. ദാനിയേൽ കണ്ടതായ ദർശനത്തിൽ ദാനിയേൽ 4 മൃഗങ്ങളെ കാണുകയാണ്. 4 മൃഗങ്ങളെ. അതുമായിട്ടാണ് നാം 13-ാം അധ്യായം ബന്ധിപ്പിക്കാൻ പോകുന്നു. ഈ 4 മൃഗങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ സ്വഭാവമുള്ള, വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള, വിവിധ നിലകളിലുള്ള മൃഗങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് ദാനിയേൽ കണ്ടത് എന്താണ്? സിംഹം എന്നുള്ളതാണ്. 7-ാം അധ്യായത്തിൽ സിംഹത്തെ ദാനിയേൽ കാണുകയാണ്. സിംഹം എന്തിനു നല്ലതാണ്? നമ്മൾ ആദ്യം കണ്ടതായ 2-ാം അധ്യായത്തിൽ കണ്ടതായ
ഈ ബിംബത്തിന്റെ തല എന്നുള്ളതായ ഈ ബിംബത്തിന്റെ തല എന്നുള്ളത് പൊന്നുകൊണ്ടുള്ളത് പോലെ തന്നെയാണ് ഈ സിംഹം ഇവിടെ നിൽക്കുന്നത്, സിംഹതുല്യനായ ബാബിലോൺ എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇത് ഏറ്റവും സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രബലമായ ഏറ്റവും ഭംഗിയായി ലാവിഷായിട്ട് കാര്യങ്ങൾ ചെയ്ത സാമ്രാജ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് അവന്റെ ഹാങ്ങിങ് ഗാർഡനും അതുപോലതായ സംവിധാനങ്ങളും ഒക്കെ നല്ല നല്ല ലാവിഷായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് ദാനിയേൽ ദർശനത്തിൽ കണ്ടു. അതിനുശേഷമായിട്ട് രണ്ടാമതായിട്ട് ദാനിയേൽ കണ്ടത് 7-ാം അധ്യായത്തിൽ രണ്ടാമതായിട്ട് കാണുന്ന മൃഗമാണ് എന്തോ കരടി എന്ന് പറയും. അതും ഓർക്കണം, എത്ര വ്യക്തമായിട്ടാണ് ആ കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ കരടിയെ കാണുമ്പോൾ അതിന്റെ ഒരു സൈഡ് അല്പം എന്ത് ചെയ്തു, ഒരു പാർശ്വം അല്പം പൊങ്ങിയിരുന്നു. ഇതെന്ന് പറയുന്നത് നാം ഈ കാണുന്ന നെഞ്ചും കൈകളും എന്ന് പറയുന്നതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആ അല്പം ഉയർന്നിരുന്നു എന്ന് പറയുന്നത് അത് ഈ മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യത്തിൽ പാർസികളായിരുന്നു മേദ്യരേക്കാൾ പ്രാമുഖ്യമുണ്ടായിരുന്നവർ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു സൈഡ് ഉയർന്നിരുന്നു എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിന് ശേഷം നാം അടുത്തതിലേക്ക് പോകാം. അടുത്തതായിട്ട് നാം കാണുന്നത് പുള്ളിപ്പുലിക്ക് സദൃശമായ ചിത്രമാണ്. പുള്ളിപ്പുലി, ഈ പുള്ളിപ്പുലി ആ ഭാഗത്ത് നമ്മൾ കണ്ടു. ഇത് വളരെ വേഗമാണ് ഈ മൃഗം മുന്നേറിയത്, വളരെ വേഗമാണ്. യവന സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ അലക്സാണ്ടറുടെ സാമ്രാജ്യത്തിന്റെ ആരംഭവും വളർച്ചയും അതിവേഗമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, അതിവേഗമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിവേഗം മുന്നേറിയതായ ഈ സാമ്രാജ്യം, ഈ യവന സാമ്രാജ്യം, അതാണ് പുള്ളിപ്പുലി എന്നുള്ളതായ നിലയിൽ നിൽക്കുന്നത്. ഇതിനുശേഷം ദാനിയേൽ കണ്ടതാണ് അവസാനമായിട്ട് കണ്ട ഒരു മൃഗം. ആ മൃഗത്തിന് ഇന്ന ടൈപ്പാണെന്ന് പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് പറഞ്ഞത് സിംഹം അല്ലെങ്കിൽ കരടി, പുള്ളിപ്പുലി എന്നൊക്കെ പറഞ്ഞു. ഈ മൃഗത്തിന് എന്തില്ല, ഈ മൃഗത്തിന് പേരില്ല. ആ മൃഗത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണ്? ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗം. ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗം കയറി വന്നു. ഈ മൃഗത്തിന് എന്തുണ്ടായിരുന്നു? ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. പിന്നെ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ അതിനെത്ര കൊമ്പുണ്ടായിരുന്നു? അത് വായിരു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറിഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വൻപ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഇവിടെ നാം നോക്കിയാൽ ഈ പറയപ്പെടുന്നതായ ഈ സ്ഥലത്ത് ഈ ഘോരവും ഭയങ്കരവുമായ മൃഗം കയറി വന്നു. അതിനെന്തുണ്ടായിരുന്നു? 10 കൊമ്പുണ്ടായിരുന്നു. 10 കൊമ്പിന്റെ കൂട്ടത്തിൽ അതിന്റെ നടുക്ക് ഒരു ചെറിയ കൊമ്പൂടെ എന്ത് ചെയ്തു? മുളച്ചു വന്നു. ആ ചെറിയ കൊമ്പൂടെ മുളച്ചു വന്നു കഴിഞ്ഞപ്പോൾ 3 എണ്ണം എന്ത് ചെയ്തു? വേരോടെ പറഞ്ഞു പോയി. ഇത് റോമാ സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിലാണ്. ഇത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ടതായ ദർശനമാണ്. ഇതും നടന്നു കഴിഞ്ഞതായ കാര്യങ്ങളാണ്. ഇതിലെ അവസാന ഭാഗത്ത് ഈ പറയപ്പെടുന്ന ഈ 10 കൊമ്പുകളോടുള്ള ബന്ധത്തിലും അതിലൊരു കൊമ്പ് പ്രത്യേകം മുളച്ചു വന്നു. ആ കൊമ്പിൽ എന്തുണ്ടായിരുന്നു? ആ കൊച്ചു കൊമ്പിൽ എന്തുണ്ടായിരുന്നു? ആ ചെറിയ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണും എന്ത് പറയുന്നതെന്ന് ഓർത്തോണം. ആ വാക്ക് ഓർത്തോണം. നമ്മൾ അതിപ്പോ ആലക്ഷം വരും. വമ്പ് പറയുന്ന വായു. അപ്പോൾ ഈ ചെറിയ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണും അതുപോലെ തന്നെ വമ്പ് പറയുന്ന വായു. ഈ ചെറിയ കൊമ്പിന്റെ കാര്യം നമുക്കിനി പഠിക്കാനുള്ളത്. അടുത്തത് ഇവിടേക്ക് നാം വരുമ്പോൾ ഇത് ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും കോലാട്ടുകൊറ്റനും ആട്ടുകൊറ്റനും. അപ്പോൾ അതിലെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു ആട്ടുകൊറ്റൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നു. ഈ 2 കൊമ്പിൽ, ഇതിനെക്കുറിച്ച് പറയുന്നിടത്ത് 2 കൊമ്പിൽ 2 കൊമ്പുകളും നീളമുള്ളവയാണ്. എന്നാൽ അതിൽ ഒരു കൊമ്പ് ഒന്നിനേക്കാൾ അധികം നീളമുള്ളതാണ്. ഈ പറയപ്പെടുന്ന ഈ സംഭവം എന്ന് പറയുന്നത് മേദ്യരുടെയും പാർസികളോടുള്ള ബന്ധത്തിലാണ് ഈ പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ 4 സാമ്രാജ്യങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞെങ്കിൽ
8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും 2 വിഷയത്തിലേക്ക് പോവുകയാണ്, 2 സാമ്രാജ്യങ്ങളോട് ബന്ധത്തിൽ. എന്നാൽ അവിടെ നാം നോക്കുമ്പോൾ ഈ പറയപ്പെടുന്ന ഈ ആട്ടുകൊറ്റൻ, അവിടെ 2 കൊമ്പുകൾ, അങ്ങനെ തന്നെ ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ എന്ത് ചെയ്യുന്നു? അതിവേഗത്തിൽ പാഞ്ഞു വരുന്നു. എന്നിട്ട് ആ കോലാട്ടുകൊറ്റൻ എന്ത് ചെയ്യുന്നു? പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു, അതിനെ ഇടിച്ചു, അതിന്റെ കൊമ്പ് 2ഉം തകർത്ത് കളഞ്ഞു. ഇവിടെ ഈ കോലാട്ടുകൊറ്റൻ വരുന്നത്, ആ കോലാട്ടുകൊറ്റൻ എന്തേ ഉള്ളൂ? ഒരു കൊമ്പേ ഉള്ളൂ. ആ കോലാട്ടുകൊറ്റൻ എന്ന് പറയുന്ന ഇത് ഏത് സാമ്രാജ്യമാണ്? യവന സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. യവന സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് അലക്സാണ്ടർ. അപ്പോൾ അതിവേഗമാണ് ഇവന്റെ വരവ്. വന്ന് മേദ്യരെയും പാർസികളുടെയും സാമ്രാജ്യത്തെ തകർത്ത് ഈ പറയപ്പെടുന്ന ഈ കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറൊന്നും വരികയാണ്. ഇതിനുശേഷം നമ്മൾ ഓർക്കണം, യവന സാമ്രാജ്യത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ യവന സാമ്രാജ്യം അലക്സാണ്ടർക്ക് ശേഷം 4 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യപ്പെട്ടു? 4 ഭാഗങ്ങളായി തിരിഞ്ഞു. 4ആയിട്ട് തിരിഞ്ഞു. അലക്സാണ്ടറുടെ പെട്ടെന്നുണ്ടായ ആകസ്മികമായ വേർപാടോടുകൂടി യവന സാമ്രാജ്യം 4 ഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ 4 ഡിവിഷനായിട്ട് യവന സാമ്രാജ്യം പിരിഞ്ഞുപോയി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഈ യവന സാമ്രാജ്യം പിരിഞ്ഞതിന് അതിലാണ് നമ്മുടെ അടുത്ത വിഷയം. അവിടെ ഈജിപ്തും പലസ്തീനും എന്ന് പറയുന്നത് ടോളമി എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിൽ പോയി. ടോളമി, സെലൂക്കസ്, ലിസിമാക്കസ്, കസാണ്ടർ, ഈ പേരൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇവരുടെ 4 പേർക്കാണ് ഇത് വീതിച്ചു കൊടുത്തത്. ഇതിൽ ഈജിപ്തും പലസ്തീനും ടോളമി എന്ന് പറയുന്ന ആളിന്റെ കീഴിൽ പോയി. സെലൂക്കസ് എന്ന് പറയുന്ന ആളിന് കിട്ടിയതാണ് സിറിയ എന്ന് പറയുന്ന ആ പ്രദേശം. അതുപോലെ തന്നെ ത്രേസ്, ഏഷ്യ മൈനാർ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ലിസിമാക്കസ് എന്ന് പറയുന്ന ആളിന് കിട്ടി. അതിനുശേഷം മാസിഡോണിയ അല്ലെങ്കിൽ ഗ്രീസ് എന്ന് പറയുന്നത് കസാണ്ടർ എന്ന് പറയുന്ന ആളിനും കിട്ടി. ഇനി ഈ സംഭവത്തിന് ശേഷം നിങ്ങൾ ഓർക്കണം, ഇതിൽ സിറിയ എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. സിറിയ റോമൻ സാമ്രാജ്യത്തിന് ശേഷം യവന സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ യവന സാമ്രാജ്യത്തിൽ സെലൂക്കസ് എന്ന് പറയുന്ന ആളിന് ഇത് ഡിവൈഡ് ചെയ്ത് കിട്ടിയപ്പോൾ ലഭിച്ച സ്ഥലമാണ് സിറിയ എന്ന് പറയുന്നത്. ഈ സിറിയ നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി നിൽക്കുകയാണ്. കാരണം സിറിയയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ സിറിയ തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നും പിന്നീട് നാം കാണുന്നു പ്രവചനങ്ങളിൽ. തെക്കേ രാജ്യമെന്ന് പറയുന്നത് ഈജിപ്തും വടക്കേ രാജ്യമെന്ന് പറയുന്നത് സിറിയയുമാണ്. നാം ഇനി പഠിക്കാൻ പോകുന്ന ചില യുദ്ധങ്ങളോടുള്ള ബന്ധത്തിൽ വടക്കേ രാജ്യമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടത്തിൽ പാസ്റ്റർ സാം ഇപ്രകാരം പറഞ്ഞത്, സിറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കാരണം വേദപുസ്തക പഠനത്തിൽ നാം തുടർന്ന് പഠിക്കുവാൻ പോകുന്ന ഭാഗങ്ങളോടുള്ള ബന്ധത്തിൽ സിറിയ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ വടക്കേ രാജ്യം എന്നുള്ളതായ നിലയിൽ നിൽക്കുകയാണ്. ഈ ദാനിയേൽ പ്രവചനത്തിൽ കണ്ടതായ വിഷയങ്ങളോട് ബന്ധത്തിലൂടെ വേണം നാം ഇത് ഓർക്കുവാൻ. എത്ര വ്യക്തമായി ദൈവം കാണിച്ചു കൊടുത്തു ഭാവിയിൽ നടക്കുവാനുള്ളതായ കാര്യങ്ങൾ. എന്തെല്ലാം നടന്നു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നടന്നെങ്കിൽ ബാബിലോൺ സാമ്രാജ്യത്തിന് ഒരു അന്തമുണ്ടാകുമെന്ന് ആരും വിചാരിച്ചില്ല. അതിന് അന്തം കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിനുശേഷമായിട്ട് മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യം വന്നു. അതിനുശേഷം ലോകം കണ്ട ഏറ്റവും ശക്തനായ അലക്സാണ്ടർ ഭരിച്ചു. അലക്സാണ്ടർക്ക് ഒരു അന്തമുണ്ടെങ്കിൽ അതിനുശേഷം വളരെ ശക്തമായ റോമാ സാമ്രാജ്യം വന്ന അതിനും ഒരു അന്തമുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങൾക്കെല്ലാം, വെറും കളിമണ്ണിന് സദൃശമായ ഈ ഭരണകൂടങ്ങൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകും എന്നുള്ളതും, അല്ലെങ്കിൽ ഇതിനെല്ലാം അന്ത്യമുണ്ടാകും എന്നുള്ളതും നാം മനസ്സിലാക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടോ ഈ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചതിന് ശേഷം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിലായല്ലോ ഈ പറയപ്പെടുന്ന 10 കൊമ്പും കാര്യങ്ങളും. ഇവിടെ നമുക്ക് തിരിച്ചു വരാൻ 13-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 13-ലേക്ക് നാം വരുമ്പോൾ, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം. ഇനി ഇതിന് ശേഷം ഇവിടെ തന്നെ അടുത്തായിട്ട് പറയുന്നത്, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അവന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ പോലെയുമായിരുന്നു. നിങ്ങളൊരു ഡിഫറൻസ് ഇവിടെ ശ്രദ്ധിക്കണം. പുറകോട്ടാണ് വിഷയങ്ങൾ പോകുന്നത്. ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ കണ്ടത് പിന്നെ സിംഹം, കരടി, പുള്ളിപ്പുലി. ഇവിടെ ഈ യോഹന്നാൻ ദർശനത്തിൽ കാണുമ്പോൾ പുള്ളിപ്പുലി, കരടി,
സിംഹം പുറകോട്ട് പോവുകയാണ്. ഇതിനകത്ത് ഇത്രേ കാര്യമുള്ളൂ, സംഭവം നടന്നു കഴിഞ്ഞതാണ്. കാരണം പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവചനത്തിൽ കണ്ടതായ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ തന്നെ അതിൻ്റെ ക്രമമില്ല. പക്ഷെ ദാനിയേലിന് ദൈവം കാണിച്ചു കൊടുക്കുമ്പോൾ നടക്കുവാനിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ക്രമമാണ്. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന ക്രമത്തിലാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്രമം അങ്ങോട്ട് ഒരു മൃഗം കയറി വരുന്ന മൃഗത്തിൻ്റെ തലയും പിന്നെ കാലും ഒക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ തെറ്റിയ ഒരു കുഴപ്പമില്ല, നടന്നു കഴിഞ്ഞ സംഭവമാണ്. അപ്പോൾ അവിടെ അവന്റെ തലയിൽ 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാല് കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സിംഹാസനം കൊടുക്കാൻ ഇദ്ദേഹത്തിന്റെ സിംഹാസനം എന്ത് ചെയ്തു? നേരത്തെ ഉണ്ടായിരുന്ന വാഴ്ചാ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. അവിടെ നിന്നാണ് അവിടോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയിലാണ് ഇനി ആകെ ഉള്ളതെന്ന് പറയുന്നത് എവിടുത്തെ കാര്യങ്ങളാണ്? ഭൂമിയിലെ കാര്യങ്ങളേ ഉള്ളൂ. അവിടുത്തേത് കഴിഞ്ഞു, മേലത്തേത് കഴിഞ്ഞു, സ്വർഗത്തോടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞു, ഭൂമിയിലുള്ളതായ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ സിംഹാസനം തൽക്കാലത്തേക്കിന് എങ്കിലും ഈ വരുന്നയാളിന് വിട്ടുകൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കയറി വരുന്നതായ ഈ മൃഗം അവന് കൂടുതൽ ശക്തി പകരുവാൻ, അവന് കൂടുതൽ ബലം പകരുവാൻ പിശാചിന് എന്ത് ചെയ്യുവാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ സാത്താന്യ തൃത്വത്തിലെ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പിശാച്, ആ പിശാചിന് എന്ത് ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ഈ ആളിന് വേണ്ടി ഒരുക്കി കൊടുക്കുകയാണ്. ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആളിന് വേണ്ടി ഒരുക്കി കൊടുക്കുകയാണ്. 13-ാം അധ്യായം ദൈവമക്കളെ നാം പഠിക്കുമ്പോൾ ഇവിടെ 2 കഥാപാത്രങ്ങളുടെ കയ്യിൽ വരുന്നു. ഒന്ന് ഒരു രാഷ്ട്രീയ നേതാവാണ്. ആദ്യമായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇവൻ ഭരിക്കുവാനായിട്ട് വരുന്നവനാണ്. ഭരണമാണ് വിഷയം. എന്നാൽ രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ ഇതിനകത്ത് അടുത്ത ദർശനം എന്ന് പറയുന്നത് അടുത്തതായിട്ട് കയറി വരുന്നത് ഒരു പ്രവാചകനാണ്. കള്ളപ്രവാചകൻ എന്നുള്ളതാണ്. ഒരു മത നേതാവാണ്. അപ്പോൾ മതപരമായ വിഷയങ്ങളുമായിട്ട് ഒരാൾ പുറകെ വരുന്നു. ഇപ്പോൾ ഭരണബന്ധത്തിൽ ഒരാൾ വരികയാണ്. ഈ എതിർക്രിസ്തുവിനോടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് സവിസ്തരം ചിന്തിക്കാം. ഞാൻ പ്രധാനമായും ഉദ്ദേശിച്ചത് ഇതിനൊരു കണക്ഷൻ, പ്രത്യേകിച്ച് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും ബന്ധപ്പെട്ടു പോകുന്നു എന്നുള്ളത്. ദൈവപുരുഷനായ ദാനിയേലിന് കാണിച്ചു കൊടുത്തതായ കാര്യങ്ങൾ എത്ര കൃത്യമായി നിറവേറിയെന്ന് ലോക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നാം ഒരു കാര്യം ഓർക്കണം, നാം ഈ പഠിക്കുന്നതായ എതിർ ക്രിസ്തുവിന്റെ കാലമൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് സത്യം. എന്നാൽ പോലും നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ലോകത്തിൽ നിന്ന് നടക്കുന്ന സംവിധാനങ്ങളെല്ലാം മാറും എന്നുള്ളത്, അല്ലെങ്കിൽ ലോകത്തിൽ നിലവിലിരിക്കുന്ന ഭരണകൂടങ്ങളെല്ലാം മാറുമെന്നുള്ളത്, ലോകത്തിന്റെ അധികാരം പൂർണ്ണമായും കർത്താവായ യേശു ക്രിസ്തുവിൽ വന്നു ചേരും എന്നുള്ളത് അരക്കിട്ട് ഉറപ്പിക്കുന്നത് പോലുള്ളതായ വിഷയമാണ് ദാനിയേൽ പ്രവചനവുമായി കണക്ട് ചെയ്ത് നാം ഇത് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നു. ഈ സാമ്രാജ്യങ്ങൾക്ക് അന്തം കുറിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിനോളവും ഇല്ല ഇന്നത്തെ ലോകത്തിലെ ഈ രാജ്യങ്ങളൊന്നും തന്നെ. ഇന്നത്തെ ഭരണകൂടങ്ങളൊന്നും അത്രത്തോളം വരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. ആ നിലയിൽ നാം ചിന്തിച്ചുകൊണ്ട് ഈ വരും ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് എതിർ ക്രിസ്തുവും അതിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളും അടുത്ത പല അധ്യായങ്ങളിൽ നമുക്ക് ഈ വിഷയമാണ് പഠിക്കുവാനായിട്ടുള്ളത്. നമുക്ക് പഠിക്കുവാൻ ഇടയാകട്ടെ. അതിനോടടിയും നാം കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നതായ ദൈവമക്കൾ, നാം കർത്താവിന്റെ വരവാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. എതിർ ക്രിസ്തുവ സമുദ്രത്തിൽ നിന്നും കയറി വരുന്നതല്ല നമ്മുടെ പ്രധാന വിഷയം. നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത് കാഹളം ധ്വനിക്കുന്നെങ്കിൽ അതിലും അപ്പോൾ ജീവനോടിരിക്കുന്നവർ എടുക്കപ്പെടുന്നതായ സമയത്ത് അതിനോട് ബന്ധപ്പെട്ട് എടുക്കപ്പെടുന്നതായ ആ അനുഭവത്തിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ, ഒരുക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം നമ്മളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.